ഹലോ എവ്രി വൺ, വെൽക്കം ടു വോക്കി ടോക്കി AG. വോക്കി ടോക്കിയുടെ പുതിയ സെഗ്മെന്റ് ആയ വോക്കി ടോക്കി ഡിബേറ്റ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഞാനും ഗ്രീഷയും ഒരേ ടോപ്പിക് എടുക്കാൻ പോവുകയാണ്. എന്നിട്ട് അതിൽ നമ്മുടെ കാഴ്ചപ്പാട് എന്താണോ അതാണ് ഇവിടെ തർക്കിക്കാൻ നമ്മൾ പോകുന്നത്. സോ ഇന്നത്തെ ടോപ്പിക് ഒരു ഹിന്ദി മൂവി ബേസ്ഡ് ആണ്. അത് ഏറ്റവും സെൻസേഷണൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ്. അതിൻ്റെ പേരാണ് തപ്പഡ്. എത്ര പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ ഇതിലെ നായിക എടുക്കുന്ന ഒരു തീരുമാനത്തോട് ഗ്രീഷ യോജിക്കുകയും ഞാൻ യോജിക്കുന്നതുമില്ല. അപ്പൊ അതാണ് ഇന്നത്തെ ഇവിടുത്തെ ചർച്ചാ വിഷയം. തപ്പഡ് മൂവിയുടെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ സമ്പന്നയായ, അതായത് സന്തുഷ്ടവതിയായ ഒരു വീട്ടമ്മ. പക്ഷെ ഭർത്താവിന്റെ കയ്യിൽ നിന്നും ഒരു അടി കിട്ടുന്നതോടെ അവൾ ആ മുഴുവൻ ചിന്തയും അല്ലെങ്കിൽ അവളുടെ ജീവിതം തന്നെ അവള് വീണ്ടും ഒന്ന് വിലയിരുത്താണ്. എന്തുകൊണ്ട് അത് സംഭവിച്ചു, അത് സംഭവിച്ചത് ശരിയാണോ തെറ്റാണോ, ഇനി ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്യണം, അതോ അവൾക്ക് മാറി ചിന്തിച്ചുകൂടായിരുന്നോ, അവൾക്ക് ഭർത്താവിന് ഒരു അവസരം കൂടെ കൊടുത്തുകൂടായിരുന്നോ, ഇങ്ങനെ പല ചിന്തകളുണ്ട്. ആ ഒരു കൺസെപ്റ്റിനെ രണ്ട് വ്യൂ പോയിന്റിൽ നിന്ന് വിലയിരുത്താണ് ഗ്രീഷയും അനുപമയും. അല്ല, തീർച്ചയായും അല്ല. ഈഗോ പ്രശ്നത്തിന്റെ പുറത്ത് ഒരിക്കലും നമ്മൾ ക്ലാഷ് ചെയ്ത് ഡൈവോഴ്സിൽ എത്താൻ പാടില്ല. പക്ഷെ ഇവിടെ മാറ്റർ സെൽഫ് റെസ്പെക്ടിന്റെ കാര്യമാണ് ഇവർ സംസാരിക്കുന്നത്. എപ്പോ എനിക്ക് റെസ്പെക്ട് ഇല്ല, എനിക്ക് ബഹുമാനം ഇല്ലാത്തടത്ത് ഞാൻ നിൽക്കണോ? അതിൽ തന്നെ എക്സാമ്പിൾ പറയുന്നുണ്ട്, അയാളുടെ ഓഫീസിൽ പോകുന്നു, എനിക്ക് ബഹുമാനം ഇല്ലാത്തടത്ത് ഞാൻ ക്വിറ്റ് ചെയ്യാൻ പോവാണെന്നാണ് അയാൾ പറയുന്നത്. അതേ സെയിം ഇതല്ലേ അവളും അവളുടെ ലൈഫാണ് അയാളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവള് അവിടെ ബഹുമാനം അർഹിക്കുന്നില്ലേ? അവളിപ്പോ ഓക്കെ, ഞാനും വിചാരിച്ചു ഓക്കെ പ്രഗ്നന്റ് ആയി, ഇനിയിപ്പോ ഈ പെൺകുട്ടി എന്ത് ചെയ്യും, അവൾക്ക് തിരിച്ചു പോവാതെ വേറെ ഓപ്ഷൻ ഉണ്ടോ? പക്ഷെ അതല്ല, ആ മെസ്സേജ് അല്ല നമ്മളോട്. ഓക്കെ പ്രഗ്നന്റ് ആയി അല്ലെങ്കിൽ കുട്ടി ആയതുകൊണ്ട് അത് നമ്മുടെ ഒരു വീക്ക്നെസ് ആയി, പെണ്ണുങ്ങളുടെ വീക്ക്നെസ് ആയി നമ്മൾ കാണരുത്. ഒരു കുട്ടിക്ക് വേണ്ടി ഇപ്പൊ നമ്മൾ ഓക്കെ സെൽഫ് റെസ്പെക്റ്റും എല്ലാ ഇതും മറച്ചു വെച്ചോണ്ട് നമ്മൾ ചെയ്യാണെന്ന് വിചാരിക്കാം. പക്ഷെ അതിൽ തന്നെ പറയുന്നുണ്ട് നമുക്ക് അപ്പൊ ആ ഭാര്യയ്ക്കും ഭർത്താവിനും ആ കുട്ടികൾക്ക് മുന്നിൽ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ സെറ്റ് ചെയ്യാൻ പറ്റുമോ? കാരണം ആ അമ്മ ഒരിക്കലും ഹാപ്പി അല്ല. ആ അമ്മ പുറത്ത് ചിരിച്ച് കളിച്ച് കാണിച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ ആ അമ്മ ഹാപ്പിയാണോ? ആ മെസ്സേജ് ആണ് അതിലവിടെ കാണിക്കുന്നത്. നമ്മള് ഹാപ്പി അല്ല. അവള് പറയുന്നത് ഐ വോണ്ട് ടു പെർസ്യൂ ഹാപ്പിനെസ്, ഞാൻ സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതൊരു തെറ്റാണോ? അത് ശരി തന്നെയാണ് ഗ്രീഷ. പക്ഷെ ഒരിക്കലും നമ്മൾ വേറൊരാളെ അവനോട് നോവിക്കാനും പാടില്ല. ഇപ്പൊ ഇതിൽ ആ കുട്ടി എന്തറിഞ്ഞിട്ടാണ് അത് ജനിക്കുമ്പോൾ തന്നെ, അത് ഇപ്പൊ ഒന്ന് ആലോചിക്കും, ഒരു അച്ഛനും അമ്മയും ഉള്ള ഒരു വീട്ടിലേക്ക് ജനിക്കുന്നതും ആ അമ്മ ഒറ്റയ്ക്ക് വളർത്തിക്കൊണ്ട് വരുന്നതും അതിന് രണ്ട് ഡിഫറൻസ് തന്നെയുണ്ട്. ആ കുട്ടി ഒരു സ്കൂളിങ്ങിന് പോകുമ്പോൾ അച്ഛനും അമ്മയും എത്തേണ്ടടുത്ത് ഒരു പേരന്റ് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ ട്രൈ ചെയ്താൽ നമുക്കറിയില്ല അവരുടെ ഫ്യൂച്ചർ എങ്ങനെ ഇനിയിപ്പോ പോകുന്നതെന്ന്. ഇതിലിപ്പോ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, അമ്മു ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇതൊരു ഡിവോഴ്സിലെത്തില്ല. ഇപ്പൊ ഞാൻ ഒരിക്കലും എന്റെ സൊസൈറ്റിക്കും എന്റെ ജനറേഷനും ഞാൻ അവരെ പഠിപ്പിക്കാൻ പോകുന്നത് റിയാക്ട് ചെയ്യണം. നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്ട് ഇല്ലാത്തടത്ത് റിയാക്ട് ചെയ്യണം. പക്ഷെ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഡിസിഷനിൽ എത്തരുത്. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ കല്യാണത്തിന്റെ ആവശ്യം തന്നെ ഇല്ല. നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കല്യാണം എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ ഫ്രം ഡിഫറെന്റ് സിറ്റുവേഷനിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അവിടെ ഒരിക്കലും ഞാൻ വളർന്ന രീതി ആയിരിക്കില്ല എന്റെ ഹസ്ബൻഡ് വളർന്ന രീതി. അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിനിടയിൽ ഉണ്ടാകുന്ന ഒരു ഇങ്ങനത്തെ പൊട്ടിത്തെറികൾ എനിക്ക് സെൽഫ് റെസ്പെക്ട് കിട്ടാത്ത സമയത്ത് എനിക്ക് അതൊരു ഡിവോഴ്സിൽ എത്തിക്കാൻ പറ്റില്ല. ഇതിൽ ഒരു ഇൻസ്റ്റൻസ് ആണ് ഇത്. ആക്ച്വലി പറഞ്ഞത് ഒരു റോങ് എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ്റെ അടുത്ത് പറയുന്നത് ഫോളോ ചെയ്യാൻ. അതിൽ അമ്മു കാണിക്കേണ്ടിയിരുന്നത് അവളെ എങ്ങനെ നേടിയെടുക്കുന്നു, അവളെ എങ്ങനെ പഠിപ്പിക്കുന്നു അവളെ ഹസ്ബൻഡിനെ. കാരണം അവന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടില്ല. അമ്മുവിന്റെ ബ്രദറിന്റെ അടുത്ത് അവളെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു പറഞ്ഞു കൊടുക്കാൻ. ഇവന്റെ അടുത്ത് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. അതിൽ ലാസ്റ്റ് സീനിൽ തന്നെ ഇതിലെ നായകൻ പറയുന്നുണ്ട്, ഐ വിൽ സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. ഇത്രയും കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അയാൾ ജോലി കളഞ്ഞു, അയാൾക്ക് ലണ്ടനിൽ പോണ്ട, അയാൾ പറയാണ് ഞാൻ ചെയ്തത്, അയാൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അവസരം അയാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അയാൾ മാറില്ലായിരുന്നോ? അയാൾ ഡെഫിനറ്റ്ലി മാറുമായിരുന്നു. പക്ഷേ ഇത് എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഈ മൂവി ഒരു റോങ് പബ്ലിസിറ്റിയാണ് ഇവിടെ ഫുൾ സൊസൈറ്റിക്ക് കൊടുത്തിരിക്കുന്നത്. സോ ഞാൻ എന്റെ സ്റ്റാൻഡ് തന്നെ ഉറച്ചിരിക്കുകയാണ്.
നമുക്ക് എല്ലാ നമ്മള് എന്താ പറയാ, നമ്മൾ എന്തുകൊണ്ട് എപ്പോഴും ഒരു ഭാര്യ അമ്മയുടെ സ്ഥാനം എടുക്കുന്നു, ആ ഭർത്താവിനെ പഠിപ്പിക്കുന്നു, എന്തിന് നമ്മളത് ഏറ്റെടുക്കണം എപ്പോഴും? എന്തുകൊണ്ട് ഭാര്യ, എന്തുകൊണ്ട് ഭർത്താവ്? മനസ്സിലായി? ഈ പറഞ്ഞ പോലെ കല്യാണം എന്ന് പറഞ്ഞത് ഒരു രണ്ടുപേര് തമ്മിലുള്ള അഗ്രിമെന്റ് ആണ്. അപ്പൊ അതിൽ ഭാര്യയും ഭർത്താവും ഈക്വൽ ആയിട്ട് മനസ്സിലാക്കി പെരുമാറേണ്ടവരാണ്. ഓ എന്റെ ഭർത്താവിന് ഒന്നും അറിഞ്ഞുകൂടാ. കാരണം എന്താണ്, നമ്മുടെ കൾച്ചറിൽ വളർത്തിക്കൊണ്ടുവരുന്നതേ അങ്ങനെയാണ് ആണുങ്ങളെ. അവര് ഒന്നും അറിയണ്ട, പെണ്ണായി ജനിച്ചോ അവള് കുക്കിംഗ് പഠിച്ചിരിക്കണം, അവള് വീട് നോക്കാൻ പഠിച്ചിരിക്കണം, അവളെല്ലാം പഠിച്ചിരിക്കണം. പക്ഷെ ഈ കൺസെപ്റ്റ് മാറേണ്ട സമയമായിരിക്കുന്നു. ആണായാലും പെണ്ണായാലും ഈക്വലി എല്ലാം പഠിച്ചിരിക്കണം. കാരണം നാളെ എന്താണെന്ന് ആർക്കും അറിയില്ല. സോ എല്ലാവർക്കും ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കണം. എന്തുകൊണ്ട് ഭാര്യനെ ഡിപ്പെൻഡ് ചെയ്ത് ഭർത്താവ് ജീവിക്കുന്നു? ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ മെജോറിറ്റി ആൾക്കാര് ആണുങ്ങള് പെണ്ണുങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു. ആണുങ്ങള് പുറത്തുപോയി ജോലി ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ പാട്ട് ചെയ്യുന്നുണ്ട്, ഭാര്യയുടെ പാട്ടും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ മൂവി കൂടെ അവരെന്താ പറയുന്നതെന്ന് വെച്ചാല്, ആ പാട്ട് ചെയ്യുന്ന ഭാര്യയ്ക്ക് അതിന്റേതായ റെസ്പെക്ട് കൊടുക്കണം. അതോടെ പറയുന്നത് അവള് സ്വയമാണ് ഹൗസ് വൈഫ് ആവാൻ അക്സെപ്റ്റ് ചെയ്തത്. അവള് സ്വയം ഹൗസ് വൈഫ് ആയിട്ട് ഹാപ്പി ആയിരുന്നു. പക്ഷെ ആ ഹൗസ് വൈഫിന്റെ ഇതായി അവൾ അങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ അവള് ഇടയ്ക്ക് എവിടെയോ വെച്ച് അവളുടെ സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെട്ടു, അവളുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു. അത് അവള് തിരിച്ചറിയുന്നില്ല. ഒരുവിധം പെണ്ണുങ്ങളും തിരിച്ചറിയുന്നില്ല. അവര് ആ ഹസ്ബൻഡിന്റെ ലൈഫിൽ അങ്ങ് ഹാപ്പിയായി. ഹസ്ബൻഡിന്റെ ആ ഒരു ആണിന്റെ ഇതിലോട്ടാണ് അത് മൊത്തം പോണത്. ആ കൺസെപ്റ്റ് മാറണം. നായകൻ തന്നെ പറയുന്നുണ്ട്, നിനക്ക് കുക്കിംഗ് അറിയില്ലെന്ന് നീ കല്യാണത്തിന് മുന്നേ പറഞ്ഞു കുക്കിംഗ് നിനക്ക് അറിയില്ല. പക്ഷെ ഞാനൊരു ഫുഡി ആയിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. കാരണം ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക്. അവിടെ ഇപ്പൊ സെൽഫ് റെസ്പെക്ട് ഉണ്ട്. ലവ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഫാമിലിയിൽ. കാരണം അല്ലെങ്കിൽ നമുക്കൊരു ഫാമിലി വേണമെന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ വേണ്ടല്ലോ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഒരാൾക്കാരും ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരല്ല. അപ്പൊ നമ്മൾ എന്തായാലും പല ഇപ്പൊ നമ്മളെ കൈകൾ തന്നെ നോക്കിയാൽ അവര് പല രീതിയിലാണ് അല്ലെ, പല ലെങ്ത്തും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, അവിടെ വിട്ടുകൊടുക്കാനേ പറ്റുള്ളൂ. അതേ സമയത്ത് ഇപ്പൊ ഭർത്താവ് അങ്ങനെ, ഇപ്പൊ ഭാര്യയാണ് തിരിച്ചടിച്ചെങ്കിൽ ഭർത്താവ് ആ സിറ്റുവേഷൻ അനുസരിച്ച് അത് ഹാൻഡിൽ ചെയ്യണം. അത് അവിടെ ഇക്വാലിറ്റി വേണം. പക്ഷെ ഒരിക്കലും അതൊരു ഡിവോഴ്സിൽ എത്തുന്ന രീതിയിലേക്കുള്ള ഒരു ഡിസിഷൻ ആവല്ലോ. അതാണ് ഞാനിവിടെ പിടിക്കുന്നത്. ഞാൻ പറയുന്നത് ഡിവോഴ്സ് വാസ് എ റോങ് എൻഡിങ്. ആ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. കുട്ടികളെ വളർത്താം, ഇക്വാലിറ്റി പഠിപ്പിച്ചു കൊടുക്കാം, റിയാക്ട് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാം. പക്ഷേ ഡിവോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കല്യാണം തന്നെ ഒരു ഇത് വേണ്ട. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ ഇൻ കേസ് ഇഫ് അമ്മു ഇങ്ങനെ തന്നെ പോയി ഇവനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അമ്മു വേറൊരു കല്യാണം കഴിച്ചു, അവിടെ എന്താവുമെന്ന് ആർക്കെങ്കിലും പ്രഡിക്ട് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഇതല്ലല്ലോ. ഒരു സിറ്റുവേഷൻ ആണ് ഓരോ ആൾക്കാരുടെ റിയാക്ഷൻ ആയിട്ട് വരുന്നത് അല്ലെ. അവിടെ വിക്രം എന്ന് പറഞ്ഞ ഒരാള് കരുതിക്കൂട്ടി ചെയ്തതല്ല, അവന്റെ ആ സിറ്റുവേഷനിൽ അവൻ അടിച്ചു. പക്ഷെ അത് അമ്മുവിന് പുറത്തു കൊടുക്കാം, അത് ചാൻസ് കൊടുക്കാൻ ടൈം എടുത്തിട്ട് അവൾക്ക് സോൾവ് ചെയ്യായിരുന്നു. പക്ഷെ അവള് എൻഡിൽ ഡിവോഴ്സ് എന്ന് തന്നെ പറഞ്ഞ് അവള് മുന്നോട്ട് തന്നെ പോയി, അതിൽ ഒരു ബ്രേക്ക് വിടാതെ. അവളെ ഏറ്റവും ഫേവറേറ്റ് ആണ് അവളുടെ ഡാഡി. ആ ഡാഡിക്ക് വേണമെങ്കിൽ ഒന്ന് ലൈഫിനെ കുറിച്ച് വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ ഡാഡി ഇവിടെ ഒരു പ്രൊട്ടക്റ്റീവ്, കാരണം മോൾക്ക് വയറുവേദന വന്നാൽ അപ്പോഴേ ഡാഡിക്ക് പനിയാവും എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ അത്രയും പാമ്പറിങ് അടുത്താണ് ഈ പ്രശ്നം. കാരണം ആൾക്കാർ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, ലൈഫിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ഇതിലൊന്നും വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ പറയണം, അങ്ങനെയാണെങ്കിൽ പറയണം, ഇനി ഫ്യൂച്ചർ ജനറേഷൻസ് നിങ്ങൾ കല്യാണമൊന്നും കഴിക്കണ്ട, എന്തായാലും നിങ്ങൾ പോകുമ്പോൾ ഇങ്ങനത്തെ അടി ഇതൊക്കെ ഉണ്ടാവും. അപ്പം എന്തിനാണ് അപ്പൊ ഒരു ഡിവോഴ്സ്? നമ്മൾ ഒരു ജീവിതകാലത്ത് എത്ര പ്രാവശ്യം നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റും? അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ ജീവിക്കാത്തല്ലേ ബെറ്റർ? ഇപ്പൊ ഫാമിലി എപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് വേണം. പിന്നെ തെറ്റ് ഒരു കല്യാണം മാത്രമാണ് ഒരു ലൈഫിന്റെ ഇത്. ഭാര്യയും ഭർത്താവും ഈക്വലായി സന്തോഷത്തോടെ പോകുന്നതാണ് മാരീഡ് ലൈഫ്. കല്യാണം വേണ്ടെന്നല്ല. അതിന് ആ എക്സാമ്പിൾ പറയും തന്നെ ആ തൊട്ടടുത്തുള്ള നൈബറായിട്ട് അഭിനയിക്കുന്ന ആ സ്ത്രീയുടെ ക്യാരക്ടറാണ്. കാരണം ഭർത്താവ് മരിച്ചുപോയി, പക്ഷെ അവർക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? കാരണം അവളുടെ ആദ്യത്തെ ഭർത്താവ് അത്രയും സ്നേഹത്തോടെ ബഹുമാനത്തോടെ അവർ കൊണ്ടു നടന്നിരുന്ന ഒരാളാണ്. ശരിയാണ്, ഇന്നത്തെ സമൂഹത്തില് പകുതി മുക്കാലും ആണുങ്ങൾക്ക് അത്രയും നന്നായി പെരുമാറാൻ അറിയില്ല. അല്ലെങ്കിൽ അവർക്ക് അത് എന്താ പറയാ, അത് നമ്മുടെ കൺസെപ്റ്റായി, നമ്മുടെ കൾച്ചറായി നമ്മൾ അതങ്ങനെ വളർത്തിക്കൊണ്ട് വന്നു. ആരുടെയും തെറ്റല്ല അത്. പക്ഷെ ഇനി അത് മാറി ചിന്തിക്കേണ്ട സമയമായി കഴിഞ്ഞു. ആണുങ്ങളായാലും ആലോചിക്കണം. എന്തുകൊണ്ട് ഡൈവേഴ്സ് എന്ന് പറയുമ്പോൾ പെണ്ണ് മാത്രം പേടിക്കണം? ഡൈവേഴ്സ് പോയി ഉടനെ ഓടിച്ചാടിപ്പോയി ഡൈവേഴ്സ് ചെയ്യണമെന്നല്ല. ആ സിനിമയിൽ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീനുണ്ട്. അതിൽ അവളുടെ അച്ഛന്റെ അടുത്ത് അവൾ ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണോ?
ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണോ, കാരണം ഇത് അപ്പൊ അയാൾ ചോദിക്കുന്നുണ്ട് ഇത് നീ വെറും ഒരു വാശി പുറത്ത് ചെയ്യുന്നതാണോ? ഓഫ് കോഴ്സ് വാശി പുറത്ത് ചെയ്യുന്നതാണെങ്കിൽ നീ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷെ അല്ല, നീ ആലോചിച്ച് തീരുമാനിച്ച് എടുത്തൊരു തീരുമാനമാണത്. കാരണം എന്താണ്, അവളുടെ ഫുൾ ലൈഫിലോ ആ മാരേജിന്റെ ഫുൾ ഇത് അവിടെ നിന്ന് ഇവാലുവേറ്റ് ചെയ്യാണ്. അവള് രാവിലെ എഴുന്നേക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു, ഇതാക്കുന്നു. അവളുടെ ഇഷ്ടങ്ങൾ മറന്നുപോയി, അവളെ തന്നെ മറന്നുപോയി, ഭർത്താവിൽ ലയിച്ചു പോയി, ഭാര്യയായി. പക്ഷെ എന്നിട്ടും അയാൾ അടിച്ചു. എന്തുകൊണ്ട്? കാരണം അയാൾക്ക് തോന്നി ഐ ക്യാൻ ടേക്ക്, അയാൾ അവിടെ അവളെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എടുക്കാണ്. നമ്മൾ ഒരാളെ എപ്പോഴും മറ്റൊരാൾക്ക് വേണ്ടി അങ്ങനെ അവൈലബിൾ ആയിരിക്കുമ്പോൾ നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറയാം, അത് എന്റെ ഭാര്യയാണ്, എനിക്ക് എന്തും ചെയ്യാം. ആ ഒരു ആറ്റിറ്റ്യൂഡ് വരെ എത്തപ്പെടാണ് പല വീടുകളിലും. അത് പാടില്ല. ഭാര്യയും ഭർത്താവ് എന്ന് പറയുന്നത് എപ്പോഴും ഒന്നായിരിക്കും, അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങാൻ പറ്റണം. ഒരു അടി ഇവിടെ നടന്നെന്ന് പറഞ്ഞ് ഭർത്താവിനെ അങ്ങ് താഴ്ത്തേയും ഭാര്യ അങ്ങ് പൊക്കുകയും അതല്ല ലൈഫ്. ലൈഫ് എന്ന് പറയുന്നത് രണ്ടുപേരും ഒന്നായിട്ട് നിൽക്കുമ്പോഴാണ്. അങ്ങനെ സംഭവിച്ചു, സംസാരിക്കുക, റിയാക്ട് ചെയ്യുക, പറഞ്ഞു തീർക്കുക. അത് ഒരിക്കലും ഒരു ഞാൻ ഇത് അക്സെപ്റ്റ് ചെയ്യില്ല, എന്റെ ഈഗോ ഹർട്ട് ചെയ്തെന്ന് പറഞ്ഞ് പിടിച്ചോണ്ടിരിക്കുന്ന വാശിയല്ലാതെ പിന്നെ എങ്ങനെയാ അത് സെൽഫ് റെസ്പെക്ട്? ഞാനത് പറഞ്ഞ് തിരുത്തണം. കാരണം എനിക്കൊരു ലൈഫ് വേണം. ഞാനൊരു ഫാമിലി കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്. മാരേജ് എന്ന് പറഞ്ഞ ഇതിനു വേണ്ടി എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ആഗ്രഹിക്കുന്നു, ഒരു ഫാമിലി വേണമെന്ന്, അല്ലെ? അല്ലെങ്കിൽ പിന്നെ എനിക്ക് വെറുതെ ഇരിക്കായിരുന്നു. കാരണം എന്റെ ചിന്താരീതി ഇങ്ങനത്തെ ഉള്ള ആൾക്കാരാണ് ചിലപ്പോൾ കല്യാണം കഴിയാതെ തന്നെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ റിലേഷൻസിന് പോകുന്നത്. കാരണം അവർക്ക് കമ്മിറ്റ്മെന്റ് വേണ്ട. ഞാൻ ഫാമിലി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. ഓക്കെ, എനിക്ക് കൊടുക്കുന്ന കമ്മിറ്റ്മെന്റ്, എനിക്കൊരു ഫാമിലി വേണം എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ്, എന്റെ പിള്ളേർക്ക് അച്ഛനും അമ്മയുടെയും പ്രസൻസിൽ വളരണം എന്ന് ഞാൻ എടുത്ത തീരുമാനമാണ്. ഭാര്യയും ഭർത്താവിന്റെയും രണ്ടുപേരുടെയും സൈഡിൽ നിന്ന് വേണ്ട കമ്മിറ്റ്മെന്റ്. ഈ കമ്മിറ്റ്മെന്റും ഈ സ്നേഹത്തിനും വേണ്ടി എന്തുകൊണ്ട് ഒരുവിധം എല്ലാ ഫാമിലികളും സക്സസ്ഫുൾ ആയി പോണ ഒരുവിധം ഫാമിലീസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവിടെ എന്താണ്, ഒരുവിധം ഒരു 70% മീതെ പെണ്ണുങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നു. പെണ്ണുങ്ങളെല്ലാം മറന്നും ക്ഷമിച്ചും ജീവിക്കുന്നു. അതുകൊണ്ടാണ് ആ ഫാമിലി സക്സസ്ഫുൾ ആയി പോകുന്നത്. എപ്പോ പെണ്ണിന്റെ സ്വരം ഉയർത്തുന്നു, അല്ലെങ്കിൽ അവളുടെ വേണ്ടി ചോദിക്കുമ്പോ അത് ഫെമിനിസം ആയി. അതെങ്ങനെ ഫെമിനിസം ആവും? അല്ല, അതിപ്പോ ആരും ആയിക്കോട്ടെ, ആണല്ല പെണ്ണല്ല, രണ്ടുപേർക്കും സെൽഫ് റെസ്പെക്ട് ഒരു ഇൻഡിവിജ്വലിന് ഇമ്പോർട്ടന്റ് ആണ്. അവിടെ പെണ്ണ് ആണ് എന്ന് പറഞ്ഞ ഒരു ഇതുമില്ല. ഈവൻ ഇഫ് ഇറ്റ്സ് ആൻ അനിമൽ, നമ്മൾ അതിന് കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുക്കണം. പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ എന്തിനാ ഒരു ക്ലൈമാക്സിൽ ഒരു ഡിവോഴ്സ് എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും? ഞാൻ ഒരു സമാധാനവും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും എന്റെ പിള്ളേര് അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹം, അടിയില്ലാത്ത ഒരു ഫാമിലി ഉണ്ടാവും. നമ്മളെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ആയിട്ട് എന്ത് മാത്രം അടി കൂടിയിരിക്കുന്നു. അച്ഛനും പേരൻസും നമ്മളെ വഴക്ക് പറഞ്ഞിട്ടില്ലേ? നമ്മൾ അവരെ ഡിവോഴ്സ് ചെയ്തിട്ട് പോവോ? നമ്മളെ സെൽഫ് റെസ്പെക്ടിന് അഗൈൻസ്റ്റ് ആയിട്ട് വളർന്ന കാലങ്ങളുണ്ടായിരുന്നു. ആൾക്കാരെ മുന്നിൽ വെച്ച് നമ്മളെ വഴക്ക് പറയാം. പക്ഷെ എന്താണ്, നമ്മളതിൽ മനസ്സിലാക്കുന്നു, അവര് നമുക്കൊരു അടി തരുന്നത് നമുക്ക് മുന്നേ നല്ലോണം പോവാനും. ഇപ്പൊ ഇതില വിക്രമിന്റെ അടിയല്ല ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അത് സെൽഫ് റെസ്പെക്ടിനെ ഹേർട്ട് ചെയ്തിട്ടും നമ്മളത് ഓവർകം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നില്ല? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഈ മൂവിയിൽ. ഒരു അടി കൊണ്ട് ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും? അതാണ് ഈ മൂവിയുടെ പോയിന്റ്. ഈ മൂവിയുടെ പോയിന്റ് എന്ന് വെച്ചാല് ലൈഫ് അഡ്ജസ്റ്റ്മെന്റിനുള്ളതല്ല, ലൈഫ് സന്തോഷമായി ജീവിക്കാനുള്ളതാണ്. എന്തിന് ഈ അഡ്ജസ്റ്റ് ചെയ്ത് അതില് അവര് ക്യാരക്ടർ പറയുന്നുണ്ട്, ഈവൻ അത്രയും പഠിച്ച് സക്സസ്ഫുൾ ആയ ആ വക്കീല് പോലും പറയുന്നുണ്ട്, ഒരു അടിക്ക് വേണ്ടി ഡൈവേഴ്സ് ചെയ്യണോ? നിനക്ക് കോംപ്രമൈസ് ചെയ്തൂടെ? അല്ലെങ്കിൽ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഒത്തുചേർത്ത് പൊക്കൂടെ? ഒട്ടിച്ചേർത്ത് വെച്ചൂടെ? അത് ഒട്ടിച്ചേർത്ത് വെക്കാൻ അത് ഓൾറെഡി ബ്രോക്കൺ ആണ്. എന്തിനാണ് ഈ ഓൾറെഡി ഉടഞ്ഞ ഇത്? ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കാം, പറഞ്ഞു കൊടുക്കാം. പക്ഷെ നമ്മുടെ ലൈഫിൽ നേരിട്ട് കാണുന്നത്, മക്കളായാലും അവര് നമ്മളിലൂടെ എന്താണോ കാണുന്നത് അതേ അവരുടെ പ്രാക്ടീസിൽ വരുള്ളൂ. അവരൊരിക്കലും നമ്മൾ പറയുന്നത് എന്താണെന്ന് അവരുടെ കൺസെപ്റ്റിൽ വരില്ല. പക്ഷെ നമ്മൾ എന്ത് പെരുമാറുന്നു എന്നുള്ളത് അവരുടെ തലയിൽ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. ഇതാണ് നമ്മുടെ ഭൂരിപക്ഷം ആൾക്കാരുടെയും പ്രശ്നം. നമ്മളെ ജനറേഷന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മാരേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ് ഫ്രം ടു സൈഡ്സ്. വേറൊരു കാര്യം, ദേ കമ്മിങ് ഫ്രം 2 ഡിഫറെന്റ് കൾച്ചേഴ്സ് ആൻഡ് 2 ഡിഫറെന്റ് ലൈഫ് സ്റ്റൈൽസ് ആൻഡ് എവറിത്തിങ്. അപ്പൊ അങ്ങനെ 2 ലൈഫ് സ്റ്റൈലിൽ നിന്ന് വരുന്ന ആൾക്കാരെ അടുത്ത് ഡോണ്ട് എക്സ്പെക്ട് ഇവിടെ നിനക്ക് എങ്ങനെയായിരുന്നോ നിനക്ക് കിട്ടിയത് അതേപോലെ അല്ലേ. അതൊരു അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ്. പിന്നെ ചില ഫാമിലിയിൽ ഇപ്പൊ നടക്കുന്ന പെർഫെക്റ്റ്
ഫാമിലി എന്ന് പറഞ്ഞ ഒരു ഫാമിലി ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇറ്റ്സ് എ ബ്ലെസ്സിങ്, അല്ലെങ്കിൽ അതൊരു എന്തെങ്കിലും ഒരു പ്രത്യേക മാജിക് ആണ് അവരുടെ ലൈഫ് റിലേഷനിൽ. അല്ലാതെ അടികൂടാത്ത ഒരു കുടുംബം ഉണ്ടാവില്ല. അടികൂടുമ്പോൾ പല കാര്യങ്ങൾ നമ്മൾ ചെന്ന് ചേരാം, വീട്ടുകാരെ പറയാതെ. അതൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് ഒരു അടി നമ്മളത് ഇപ്പൊ ഇതിൽ അമൃത കാണിച്ചതും അവള് ആണെങ്കിൽ റിയാക്ട് ചെയ്യുന്നില്ല. അവളിങ്ങനെ എക്സ്പെക്ട് ചെയ്യണം സോറിക്ക് ഓക്കെ. പക്ഷെ ഞാൻ നോക്കുകയാണെങ്കിൽ ഇതിലെ ക്യാരക്ടർ വിക്രം എത്ര തവണ അവളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നു, എത്ര പ്രാവശ്യം സംസാരിക്കുന്നു. പണ്ട് കണ്ട അമ്മുവിന്റെ ചിരിയല്ല പിന്നെ കാണുന്ന അമ്മുവിന്റെ മുഖത്ത് ഒരു റിയാക്ഷനും ഇല്ല. ബിക്കോസ് ആ ഹേറ്റ് അത്രയ്ക്ക് വളർന്നു കഴിഞ്ഞു. ഒരു മനുഷ്യനെങ്കിലും അതിന് വേണ്ടിയിട്ട് അവളെ ഒന്ന് ഇരുത്തി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ശരി തന്നെയാണ്, അല്ലെങ്കിൽ അവന്റെ അടുത്ത് പോയി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡിവോഴ്സിലേക്ക് എത്തില്ലായിരുന്നു, അമ്മുവിന് റീതിങ്ക് ചെയ്യായിരുന്നു. ഇതിലിപ്പോ വിക്രം കേസ് കൊടുത്തത് തന്നെ അവളെ തിരിച്ചു കൊണ്ടുവരാൻ, അവൾക്ക് വേണ്ടി അവളെ തിരിച്ചു കൊണ്ടുവരാൻ അവരെ ഫാമിലി സ്റ്റാർട്ട് ചെയ്യണം. അവൾ പ്രഗ്നന്റ് ആണെന്ന് വന്നിട്ട് തിരിച്ചു പോയപ്പോഴും അവൻ പറഞ്ഞു നമുക്ക് ഇതൊക്കെ വിടാം, നമുക്ക് ലെറ്റ് സ്റ്റാർട്ട്, നമുക്ക് ലണ്ടനിലേക്ക് തിരിച്ചു പോകാൻ പറ്റും ഇനിയും, അതാണ് ഇതാണ്. പക്ഷെ അപ്പോഴും അമ്മു പിടിവാശി പിടിച്ചിരുന്നത് ആ ഒരു സോറി എന്ന് പറഞ്ഞൊരു വേർഡ്. അവള് ബാക്കി എല്ലാം ഉള്ള ഒരു സോറി അല്ലെങ്കിൽ ആ ഒരു പിന്നെന്തായിരുന്നു അതൊരു വേർഡ് അല്ല, അതൊരു പോയിന്റ് ആണ്. അതിൽ റെക്കഗ്നൈസ്, ഞാൻ എന്റെ തെറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇതാണ് വേണ്ടത്. വെറുതെ ഒരാൾ വന്ന് സോറി പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ജെനുവിൻ ആയിട്ട് എപ്പോ താൻ ചെയ്ത തെറ്റ് തിരിച്ചറിയുന്നു, അതാണ് പറയുന്നുണ്ടല്ലോ. പക്ഷെ അതിപ്പം ഞാൻ താഴ്മയായിട്ട് അമ്മ ഇറ്റ് ഹാപ്പൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എങ്ങനെ വാശി പിടിക്കാൻ പറ്റും? ഞാൻ വിചാരിക്കുന്ന രീതിയിൽ ഇമോഷൻ കൊടുത്തിട്ട് മറ്റാള് പറയണോന്ന്. അവര് സ്റ്റൈൽ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഇസ് ദെയർ സ്റ്റൈൽ അല്ലേ. ലാസ്റ്റ് അവൻ പറയുന്നുണ്ട് ഓക്കെ അമ്മു ഇതൊക്കെ സംഭവിച്ചു, ഐ ഷുഡ് ഹാവ് സ്റ്റാർട്ടഡ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നു, ഇതൊക്കെ ഇങ്ങനെ വേണമായിരുന്നു. അവിടെ അവൻ താന്നു കൊടുത്തു അമ്മുവിന്റെ മുന്നിൽ. പക്ഷെ അമ്മു വാസ് വെരി അഡമന്റ്, എനിക്ക് ഡിവോഴ്സ് നീ ഇനിയിപ്പോ എന്താ പറയാൻ പോണത് ഉള്ള ആറ്റിറ്റ്യൂഡ് ആയിരുന്നു അമ്മു കൊടുത്തോണ്ടിരുന്നത്. അപ്പോഴും അവൻ പറഞ്ഞു ഇല്ല എനിക്കൊന്നും പറയണ്ട, പക്ഷെ ഞാൻ എന്റെ ഭാഗം ക്ലിയർ ആക്കിക്കോട്ടെ. അവന്റെ ലൈഫിൽ അമ്മ പോയ അവന്റെ റിഗ്രറ്റേ ഉള്ളൂ. അതാണ് അവിടെ കാണുന്നത്. അമ്മ ആണെങ്കിൽ ഫുൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഞാൻ എന്റെ വുമൻ റൈറ്റിന് വേണ്ടി ഫൈറ്റ്. എന്ത് വുമൻ റൈറ്റ്? ഇവിടെ ഈഗോ അല്ലാതെ എനിക്ക് വേറെ ഒന്നും കാണാൻ പറ്റിയില്ല. ഓക്കെ, ഇതിൽ എത്ര പേര് പറഞ്ഞാലും സെൽഫ് റെസ്പെക്ട്. അപ്പൊ അയാൾ മനസ്സിലാക്കിയ അയാളടുത്ത് ലൈക്ക് എക്സ്പ്രസ് ചെയ്യാ അവൾക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇപ്പൊ വീണ്ടും ആ ഇൻസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അമ്മുവിന്റെ അച്ഛനാണ് അവിടെ റിയാക്ട് ചെയ്തത് മോൻ മിസ്ബിഹേവ് ചെയ്തപ്പോ. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു റിയാക്ഷൻ വേറെ ആരും കൊടുത്തില്ല? ആരും വിക്രമിന്റെ അടുത്ത് പറഞ്ഞില്ല. വിക്രം അങ്ങനെ തന്നെ പോയി. അവസാനം വക്കീൽ പറയേണ്ടി വന്നു വാട്ട് യു ഡൺ ഇസ് റോങ്. അവന്റെ ബോസ് പറഞ്ഞു what you have done is wrong, നീ പറയണമെന്ന്. ബൈ ദെൻ അത് ഓൾറെഡി ലേറ്റ് ആയി, ഡിവോഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഞാൻ പറയുന്ന ഒരു സെക്കൻഡ് ചാൻസ് നമ്മൾ ആർക്കെങ്കിലും കൊടുക്കൂലേ? എങ്ങനെ അതൊരു ഡിവോഴ്സിൽ എത്താൻ പറ്റും? അതാണ് തെറ്റ്. ഇതിലെ ആ സിനിമയുടെ ബ്യൂട്ടി തന്നെ അതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മള് ലേഡീസ് എന്നെ തിരിച്ചറിയുന്നില്ല നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന്. നമ്മള് അത് നമ്മുടെ ഒരു നോമായി സ്വീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ ജീവിത ശൈലി അല്ലെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു പെണ്ണ് റിയാക്ട് ചെയ്ത അത് അവളുടെ അഹങ്കാരം അല്ലെങ്കിൽ പെണ്ണിന്റെ അഹങ്കാരം. അങ്ങനെയല്ലാനു. അവള് കൺഫ്യൂസ്ഡ് ആണ്. അവൾ അതുകൊണ്ടാണ് അവന്റെ അടുത്ത് ആദ്യമേ അതിനകത്ത് ചോദിക്കുന്നത് എനിക്ക് സമയം വേണം, എനിക്കിത് തിരിച്ചറിയാം. കാരണം അവൾ ആദ്യം കണ്ട ഒരു മനുഷ്യനല്ല വിക്രം ഇപ്പോ. കാരണം അവൾക്ക് അയാളോട് സ്നേഹം തോന്നുന്നില്ല. കാരണം എന്താണ്, അവര് തമ്മിലുള്ള ആ റെസ്പെക്ട്, ആ ഒരു ഇത് അവിടെ നിന്ന് പോയി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അത് ആലോചിക്കാൻ അവൾക്ക് സമയം വേണമെന്നാണ് ചോദിക്കുന്നത്. ഒരു ബ്രേസ്ലെറ്റോ കൊണ്ടുകൊടുത്ത് പെണ്ണിനെ മയക്കിയെടുക്കാം, അതാണ് കൺസെപ്റ്റ്. ഭാര്യയല്ലേ? ഇന്നാളെ എന്നെ ഒരു പോസ്റ്റ് കണ്ട് കൊറോണയും ഭാര്യയും രണ്ടിനെയും സോപ്പിട്ട് നിർത്താം. സീരിയസ്ലി അതാണ് കൺസെപ്റ്റ്. പെണ്ണിനെ സോപ്പിട്ട് നിർത്താം. അതിനുവേണ്ടിയാണ് ഈ ഗിഫ്റ്റ് കൊടുക്കുക, ഇതാക്കുക. അതല്ല, അവൻ ജെന്യുവൻ ആയിട്ട് പോയി താൻ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞിരുന്നു എന്ന് മനസ്സിലായെങ്കിൽ അവള് തിരിച്ചു പോയേനെ, അല്ലെങ്കിൽ അവനൊരു സെക്കൻഡ് ചാൻസ് കൊടുത്തിരുന്നു. നമ്മുടെ രണ്ടുപേരും വ്യൂ പോയിന്റ് തന്നെ നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ജനറേഷന് കൊടുക്കുന്ന അഡ്വൈസ് ഇതായിരിക്കും. ഓക്കെ, ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മിക്സ്ചർ ഓഫ് എവ്രിതിങ്. ഓക്കെ, നമ്മൾ വളർന്ന രീതിയിലായിരിക്കില്ല നമ്മളെ പാർട്ട്ണർ വളർന്ന രീതിയിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കല് നമുക്ക് ആ സെയിം ലെവൽ ഓഫ് റിയാക്ഷൻ ആയിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ നിങ്ങളെ അബ്യൂസ് ചെയ്യാണ്, സ്ഥിരം ടോർച്ചർ ആണെങ്കിൽ
ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളെ ഡിസിഷൻ എടുക്കാം, ഡിവോഴ്സ് എടുക്കാം, ഇതാക്കാം. ഇഫ് ഇറ്റ്സ് എ വൺ ടൈം, അത് ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ഉള്ള ഒരു കാര്യങ്ങൾക്ക് ഓവർ റിയാക്ട് ചെയ്ത് എടുത്തു ചാടി അമ്മുനെ പോലെ ഡിവോഴ്സ് ചെയ്യാൻ പോവല്ലേ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് സിറ്റുവേഷൻ വേഴ്സ് അവൻ, അതാണ് നമ്മുടെ അമ്മമാരും പഠിപ്പിക്കുന്നത്. സഹിക്കുക മകളെ, സഹിച്ച് ക്ഷമിച്ച് എത്രയും മാക്സിമം, അതായത് നിനക്ക് ടോളറേറ്റ് ചെയ്യാൻ തന്നെ മാക്സിമം നിന്നിട്ട് നീ എനിക്ക് പറ്റില്ലെങ്കിൽ നീ വിട്ടിട്ട് പോരെ. ആ ഒരു കൺസെപ്റ്റ് തെറ്റാണ്. ആദ്യമേ തന്നെ ഒരാൾ തെറ്റ് ചെയ്താല് അയാളെ അപ്പോഴേ സ്റ്റോപ്പ് ചെയ്യണം. യു ഷുഡ് സ്റ്റോപ്പ് ഇറ്റ്. അയാൾ ജെന്യുവിൻ ആയി അത് റെക്കഗ്നൈസ് ചെയ്ത് ഓക്കെ എന്റെ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് വരാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം. അതല്ല അയാൾ അത് സിറ്റുവേഷൻ വേഴ്സ് ആക്കാൻ വേണ്ടി അവളെ ഭീഷണിപ്പെടുത്താം, നീ ഇത് സിറ്റുവേഷൻ വേഴ്സ് ആക്കിയാൽ ഇത് നിനക്ക് പ്രശ്നമാവും. അപ്പൊ ഞാൻ പറയുന്നത് എത്രയേ ഉള്ളൂ, സെൽഫ് റെസ്പെക്ട് ഇമ്പോർട്ടന്റ് ആണ്. എന്ന് വെച്ചാൽ പെണ്ണുങ്ങളെല്ലാം ജോലിക്ക് പോകണം അല്ലെങ്കിൽ ഇടി കൂടണം എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാവരും അവരവരുടെ ലൈഫിൽ ഹാപ്പി ആണെങ്കിൽ ഇറ്റ്സ് ഓൾ ഫൈൻ. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരാളെയും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എടുക്കരുത്. അത് ഭാര്യ ആയാലും ഭർത്താവായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ റെസ്പെക്ട് ചെയ്ത് സന്തോഷമായിട്ട് പോകണം. അതാണ് ഹാപ്പി ലൈഫ്. അതാണ് നമ്മൾ നമ്മുടെ മക്കൾക്കായാലും കൊടുക്കേണ്ട ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. ലിവിങ് എക്സാമ്പിൾ ആയിരിക്കണം നമ്മൾ നമ്മുടെ മക്കൾക്ക്. അല്ലാതെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു നല്ല കുടുംബം ഉണ്ടാക്കാൻ നോക്കുകയല്ല വേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനവും സ്നേഹവും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ അടി ഇവിടെ തിരികെയാണ്. അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് അടിയായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഡിബേറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ ഫീഡ്ബാക്ക്, ഞങ്ങളുടെ വ്യൂ പോയിന്റ്സ് നിങ്ങളിലോട്ട് മനസ്സിലായോ? അതിലോ ഇതിൽ ഞങ്ങൾ എന്തെങ്കിലും ഇംപ്രൂവൈസ് ചെയ്യാനുണ്ടോ? പിന്നെ ഈ പോയിന്റിന്, ഈ തപ്പെടുന്ന മൂവിയുടെ ഈ പോയിന്റിനെ പറ്റിയുള്ള നിങ്ങളുടെ കൺസെപ്റ്റ് എന്താണ്? ഇതെല്ലാം ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. സോ എല്ലാരും കമന്റ് ചെയ്യാം. അങ്ങനെ ഈ വീഡിയോ എന്റെ ആണ്. വീഡിയോ എന്റെതിനെക്കാട്ടും മുന്നേ വാക്കി ടോക്കി AG സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഓക്കെ, താങ്ക് യു. സന്തോഷിപ്പിക്കുക.